യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ, നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സംഭവബഹുലമായ ഈ ലോകത്തിൽ ഓരോ ദിവസവും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ഓരോ പ്രഭാതങ്ങളും ദൈവവചനത്താൽ നിറയപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നത്. ഈ വചനം ദൈവം നമുക്ക് സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം. കഴിഞ്ഞ 90 എപ്പിസോഡുകളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വീണുകിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ്. ഇന്നതിൻ്റെ 91ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ദിവസവും കർത്തൃ ദിവസവും എന്നുള്ള വിഷയമാണ്. വിശുദ്ധ ദിവസവും കർത്തൃ ദിവസവും. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഏറ്റവും വലിയ ചതിവിലും വഞ്ചനയിലും അകപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അനേകരും ഇന്ന് അറിഞ്ഞും അറിയാതെയും ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ എന്ന തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണം ശരിക്കും വേദപുസ്തകം വായിക്കാത്തതും ഗ്രഹിക്കാത്തതുമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ 2 സുഹൃത്തുക്കൾ തമ്മിൽ സായാഹ്ന സവാരിക്കിറങ്ങി. ഒന്ന് ഒരു സോപ്പ് കമ്പനിക്കാരനും 2 ഒരു സുവിശേഷ പ്രവർത്തകനും. 2 പേരും കൂടെ സംസാരിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സായാഹ്ന സവാരി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ സംസാരം ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചും ഒക്കെയായി. അപ്പോൾ ഈ സോപ്പ് കമ്പനിക്കാരൻ സുവിശേഷ പ്രവർത്തകനോട് പറഞ്ഞു, ക്രിസ്ത്യാനിത്വം ഒരു പരാജയം തന്നെയാണ്. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം അക്രമങ്ങളും അനീതികളും കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ക്രിസ്തീയ രാഷ്ട്രങ്ങളെന്ന് പറയുന്ന രാഷ്ട്രങ്ങളിലാണ് ഇന്ന് കൂടുതൽ അക്രമങ്ങൾ, വിവാഹമോചനങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്ത്യാനിത്വം ഒരു പരാജയമായതുകൊണ്ടല്ലേ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ സംഭവിക്കുന്നത്? സുവിശേഷ പ്രവർത്തകൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് നീങ്ങവേ സുവിശേഷ പ്രവർത്തകൻ പറഞ്ഞു, നിങ്ങളുടെ സോപ്പിന് എന്തെങ്കിലും ഗുണമേന്മയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വഴിവക്കത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടികളെ നോക്കിക്കേ, അവരുടെ പുറത്തൊക്കെ എന്തുമാത്രം അഴുക്കാം ചെളിയുമാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ സോപ്പിന് എന്തെങ്കിലും ഗുണനിലവാരമുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടികളുടെ പുറത്ത് അഴുക്ക് കാണുമായിരുന്നോ? അപ്പോൾ സോപ്പ് കമ്പനിക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, താങ്കൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഞങ്ങളുടെ സോപ്പിന് ഗുണനിലവാരമില്ലാത്തത് കൊണ്ടാണോ ആ കുട്ടികളുടെ പുറത്ത് അഴുക്കിരിക്കുന്നത്? അവർ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാലല്ലേ അഴുക്ക് മാറത്തുള്ളൂ. അപ്പോൾ കുട്ടികളുടെ പുറത്ത് അഴുക്കിരിക്കുന്നത് സോപ്പിൻ്റെ ഗുണനിലവാരമില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ അവർ ശരിക്കും സോപ്പ് ഉപയോഗിച്ച് കുളിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ സുവിശേഷകൻ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ലോകത്തിൽ തിന്മകൾ പെരുകുന്നത്, അക്രമങ്ങൾ ഉണ്ടാകുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെയോ സുവിശേഷത്തിൻ്റെയോ കുഴപ്പം കൊണ്ടല്ല, പിന്നെയോ ജനങ്ങൾ ദൈവത്തിൻ്റെ വചനം ശരിക്കും വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാത്തതും അതനുസരിച്ച് ജീവിക്കാത്തതും കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശാപമെന്ന് പറയുന്നത് തിരുവചനം അനുസരിക്കാത്ത, തിരുവചനം ഗ്രഹിക്കാത്ത ക്രിസ്ത്യാനികൾ എന്നഭിമാനിക്കുന്നവർ തന്നെയാണ്. തിരുവചനം പറയുന്നതൊന്നും മനുഷ്യൻ അനുസരിക്കുന്നത് മറ്റൊന്നും. അത്തരത്തിൽ ക്രൈസ്തവ ഗോളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് കർത്തൃ ദിവസം എന്നുള്ളത്. യോഹന്നാൻ്റെ ഉണ്ടായ വെളിപ്പാടിൽ അതിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് 1:10, കർത്തൃ ദിവസത്തിൽ ഞാൻ
വിവശനായി. അപ്പൊ ഏതാണ് കർത്തൃദിവസം? കർത്തൃദിവസവും വിശുദ്ധ ദിവസവും ഒന്ന് തന്നെയാണോ? ഇത് ധാരാളം സംശയങ്ങൾ ആളുകൾക്കുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ കർത്തൃദിവസം എന്ന പദപ്രയോഗം ഈ വെളിപ്പാട് 1:10 മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തിരുവചന ഭാഗത്തെ പറ്റി സംശയമുണ്ടെങ്കിൽ ആ തിരുവചന ഭാഗത്തെ മറ്റ് തിരുവചന ഭാഗങ്ങളുമായിട്ട് ചേർത്ത് പഠിക്കേണ്ടതാണ്. അതാണ് തിരുവചന പഠന തത്വം. എന്നാൽ കർത്തൃദിവസം എന്ന പദപ്രയോഗം നമ്മൾ മറ്റ് വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പ്രധാനമായും 3 വ്യാഖ്യാനങ്ങളാണ് കർത്തൃദിവസത്തെ പറ്റി പറഞ്ഞു കേൾക്കാറുള്ളത്. 3 വ്യാഖ്യാനങ്ങൾ കർത്തൃദിവസം ഏതാണെന്നതിനെ പറ്റി കേൾക്കാറുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം കർത്തൃദിവസം കർത്താവ് 2ാമത് വരുന്ന ദിവസമാണെന്ന് പറയുന്നവരുണ്ട്. നമുക്ക് നോക്കാതെ അങ്ങനെ തന്നെയാണോ എന്ന്. നാം തിരുവചനം പഠിക്കുമ്പോൾ കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ നമുക്കൊരിക്കലും കർത്തൃദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ്, ദി ഡേ ഓഫ് ദി ലോർഡ് വിൽ കം ലൈക്ക് എ തീഫ് ഇൻ ദി നൈറ്റ്. ദി ഡേ ഓഫ് ദി ലോർഡ് വിൽ കം ലൈക്ക് എ തീഫ് ഇൻ ദി നൈറ്റ്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഈ കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ ദി ഡേ ഓഫ് ദി ലോർഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദി ഡേ ഓഫ് ദി ലോർഡ് വിൽ കം ലൈക്ക് എ തീഫ്. കർത്താവ് 2ാമത് ഒരു ദിവസത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത്? ദി ഡേ ഓഫ് ദി ലോർഡ്. എന്നാൽ കർത്തൃ ദിവസത്തെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്? ദി ലോർഡ്സ് ഡേ എന്നാണ്. അപ്പോൾ 2 തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ കർത്തൃ ദിവസവും കർത്താവ് 2ാമത് വരുന്ന ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ പറ്റി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വലുതും അതിഭയങ്കരവുമായ ദിവസമെന്നാണ്. നമ്മൾ യോവേൽ പ്രവചനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോവേൽ 2:11 അവിടെ എന്താ വായിക്കുന്നത്? യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവൻ ആർ. അപ്പൊ കർത്തൃ ദിവസവും കർത്താവ് 2ാമത് വരുന്ന ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ പറ്റി യോവേൽ പ്രവചനത്തിൽ പറയുന്നത് എന്താണ്? യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവൻ ആർ. വീണ്ടും യോവേൽ 2:31 പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അപ്പൊ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസമെന്നാണ് ദി ഡേ ഓഫ് ദി ലോർഡ്, അല്ലെങ്കിൽ കർത്താവ് 2ാമത് ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സെഫന്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവുമുള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവിടുത്തെ തീഷ്ണതാഗ്നിക്കിരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവിടുന്ന് ശീഘ്രസംഹാരം വരുത്തും. ഒത്തിരി കാര്യങ്ങൾ ദി ഡേ ഓഫ് ദി ലോർഡ്, കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് മഹാക്രോധമുള്ള ദിവസം, അതിഭയങ്കരമായ ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങളെല്ലാം ഇടിഞ്ഞു പോകുന്ന ദിവസം, സർവഭൂമിയെയും സംഹരിക്കുന്ന ദിവസം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് 2ാമത് വരുന്ന ദിവസത്തെ യഹോവയുടെ മഹാദിവസമെന്ന്, കഷ്ടവും സങ്കടവുമുള്ള ദിവസമെന്ന്, ശീഘ്ര സംഹാരം വരുത്തുന്ന ദിവസമെന്നും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ആത്മവിവശതയിലായത് കർത്താവ് 2ാമത് വരുന്ന ദിവസത്തിലാണോ? ഒരിക്കലും അല്ല. കർത്താവ് 2ാമത് വന്നില്ലല്ലോ. അപ്പോൾ യോഹന്നാൻ ആത്മവിവശതയിലായ കർത്തൃദിവസം അത് കർത്താവ് 2ാമത് വരുന്ന ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ
വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി രണ്ടാമതൊരു വ്യാഖ്യാനം, കർത്തൃ ദിവസത്തെ പറ്റി ആളുകൾ പറയുന്നത് അത് ഞായറാഴ്ചയാണെന്നാണ്. കർത്തൃ ദിവസം ഞായറാഴ്ചയാണെന്നാണ് ഒരു വലിയ ഭൂരിപക്ഷവും പറയുന്നത്. അതങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കണം. തിരുവചനത്തിൽ അതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ കർത്തൃ ദിവസം ഞായറാഴ്ചയാണെന്നുള്ളതിന് ഒരു തെളിവും തിരുവചനത്തിലില്ല. എന്നാൽ ഇത് തെളിവില്ലാത്ത കാര്യത്തെ പിന്താങ്ങുന്നവരാണ് കൂടുതൽ ആളുകളും. അതങ്ങനെ തന്നെയാണല്ലോ തുടക്കം മുതലേ. തെളിവില്ലാത്ത പലതിനെയും പിന്താങ്ങുവാൻ ലോകത്തിൽ ധാരാളം ആളുകളുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കുട്ടനാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതായത് നമുക്കറിയാം, കുട്ടനാട് കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂരിപക്ഷം ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. അവരുടെ പ്രധാന ഉപജീവന മാർഗം കാർഷിക വൃത്തിയാണ്. പുഞ്ചപ്പാടങ്ങളുടെ വശത്ത് ധാരാളം വീടുകൾ അല്ലെങ്കിൽ ആൾക്കാർ കൂട്ടമായിട്ട് താമസിക്കാറുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ വളർത്തു നായ്ക്കളുമുണ്ട്. ഇപ്പം രാത്രിയിലെ നിശബ്ദതയിൽ എല്ലാവരും ഉറക്കം പിടിക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിലെ നായ് ഒന്ന് കുരയ്ക്കും. അത് കേട്ട് അടുത്ത വീട്ടിലെ നായ് കുരയ്ക്കും. അത് കേട്ട് അതിൻ്റെ അടുത്ത വീട്ടിലെ നായ് കുരയ്ക്കും. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എല്ലാ വീടുകളിലെയും നായ് കുരയ്ക്കാൻ തുടങ്ങും. എന്ത് കാരണത്താലാണ് ഇത് കുരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അവയ്ക്ക് അറിയത്തില്ല. ഒരാൾ കുരച്ചു, ബാക്കിയുള്ളതെല്ലാം കേട്ട് കുരയ്ക്കാൻ തുടങ്ങി. ഇത് തന്നെയാണ് ആത്മീയ ഗോളത്തിലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഒരു മണ്ടത്തരം വിളിച്ചു പറയും, അത് കേട്ട് വിളിച്ചു കൂവാൻ ധാരാളം ആളുകൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. അത്തരത്തിൽ ആളുകൾ വിളിച്ചു കൂവുന്ന ഒരു മണ്ടത്തരമാണ് കർത്തൃ ദിവസം ഞായറാഴ്ചയാണ് എന്നുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന് യാതൊരു തെളിവും ഇല്ല. അങ്ങനെയെങ്കിൽ തിരുവചന പ്രകാരം കർത്തൃ ദിവസം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാറ്റിനും തെളിവുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ കർത്താവ് തൻ്റെ ദിവസമെന്നും കർത്താവിൻ്റെ ദിവസമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം, മർക്കോസ് 2:28. അവിടെ എന്താ വായിക്കുന്നത്? അങ്ങനെ മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു. കർത്താവ് എന്താ പറയുക? മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു. ശബദിൻ്റെ കർത്താവ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഐ ആം ദ ലോർഡ് ഓഫ് ദി സാബത്ത്. അപ്പൊ കർത്താവ് പറയാണ് ഐ ആം ദി ലോർഡ് ഓഫ് ദി സാബത്ത്. ശബദിൻ്റെ കർത്താവ്, ശബദ ദിവസത്തിൻ്റെ കർത്താവ്, കർത്തൃ ദിവസത്തിൻ്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അപ്പം വിശുദ്ധ വേദപുസ്തകത്തില് കർത്താവ് കർത്തൃ ദിവസമെന്നും വിശുദ്ധ ദിവസമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അത് വിശുദ്ധ ശബദ ദിവസമാണ്. ആ ദിവസത്തെ പറ്റി തിരുവചനത്തിൽ എന്താ പറയുന്നത്? യെശയ്യാ 58:13-14 നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ. അപ്പൊ ദൈവം തമ്പുരാൻ എൻ്റെ ദിവസമെന്നും എൻ്റെ വിശുദ്ധ ദിവസമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ദിവസമേ ഉള്ളൂ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ. നോക്കിക്കേ, ഇപ്പൊ എൻ്റെ വിശുദ്ധ ദിവസം, എൻ്റെ ദിവസം എന്ന് ദൈവം പറഞ്ഞിട്ടുള്ള ദിവസം ഏതാണ്? വിശുദ്ധ ശബദാണ്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ തിരുവചന ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. അതായത് വിശുദ്ധ ദിവസം അഥവാ ലോർഡ്സ് ഡേ എന്നത് വിശുദ്ധ ശബദ ദിവസമാണെന്നാണ്. എന്താ കാരണം? ഈ വാക്യത്തിൽ നീ എൻ്റെ വിശുദ്ധ ദിവസത്തിലെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ദിവസം ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശബദിൽ. ദൈവത്തിൻ്റെ സ്തോത്രം. അതായത് വിശുദ്ധ ദിവസം അഥവാ കർത്തൃ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ശബദാണ്. കർത്തൃ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ശബദിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ധാരാളം വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പുറപ്പാട് 20:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് 20:10 7-ാം ദിവസം നിന്റെ ദൈവമായ
യഹോവയുടെ ശബദാകുന്നു. അപ്പൊ 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദ. അപ്പൊ ദൈവത്തിനൊരു ദിവസമുണ്ട്, പ്രത്യേക ദിവസം. ദൈവത്തിനൊരു വിശുദ്ധ ദിവസമുണ്ട്, എൻ്റെ വിശുദ്ധ ദിവസം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. ലേവ്യ 26:2 പറയുന്നു, നിങ്ങൾ എൻ്റെ ശബദുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം, ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ശബദുകൾ ആചരിക്കുകയും. അപ്പം ദൈവത്തിനൊരു വിശുദ്ധ ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യഹസ്കേൽ 20:20 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ശബദുകളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. നിങ്ങൾ എൻ്റെ ശബദുകളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പം ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ അടയാളമായിട്ട് ദൈവം കൊടുത്ത വിശുദ്ധ ദിവസം വിശുദ്ധ ശബദ ദിവസമാണ്. ആ ദിവസത്തെയാണ് കർത്തൃ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ ദി ലോർഡ്സ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് 2-ാമതൊരു ദിവസത്തെ ദി ഡേ ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദി ലോർഡ്സ് ഡേ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? വിശുദ്ധ. എവിടെല്ലാം ശബദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എല്ലാം ദി ലോർഡ്സ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്തൃ ദിവസം, കർത്താവിൻ്റെ ദിവസം. കർത്താവ് പറയുന്നു, ഐ ആം ദി ലോർഡ് ഓഫ് ദി സാബത്ത്, ഞാൻ ശബദിൻ്റെ കർത്താവാകുന്നു. ഇപ്രകാരം വിശുദ്ധ ദിവസമാണെന്നും ഇപ്രകാരം ശബദ വിശുദ്ധ ദിവസമാണെന്നും അത് കർത്താവിൻ്റെ ദിവസമാണെന്നും വ്യക്തമാക്കുന്ന ധാരാളം വേദഭാഗങ്ങൾ തിരുവചനത്തിലുണ്ട്. അപ്പം ദൈവം തൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഏക ദിവസം വിശുദ്ധ ശബദാണ്. മേലുദ്ധരിച്ച വാക്യങ്ങളിലൊക്കെ ശബദിനെ എൻ്റെ വിശുദ്ധ ദിവസം, എൻ്റെ ദിവസം, എൻ്റെ വിശുദ്ധ ശബദ് എന്നെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വിശുദ്ധ ദിവസം, എൻ്റെ വിശുദ്ധ ശബദ്, എൻ്റെ ദിവസം എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ശബദിനെ പറ്റിയാണ്. വെളിപ്പാട് 1:10 പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദി ലോർഡ്സ് ഡേ. ദൈവത്തിന് സ്തോത്രം. അപ്പം വിശുദ്ധ ശബദിനെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തല്ല ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ദി ലോർഡ്സ് ഡേ എന്നാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ ആത്മവിവശനായ ദിവസമാണ്. ഐ വാസ് ഇൻ ദി സ്പിരിറ്റ് ഓൺ ദി ലോർഡ്സ് ഡേ. കർത്തൃ ദിവസത്തിൽ വിശുദ്ധ ശബദിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലാതെ ലോക മനുഷ്യൻ ഇന്ന് പറയുന്നത് പോലെ ഞായറാഴ്ച ദിവസമല്ല. ഇപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അത് കർത്തൃ ദിവസമാണെന്നും അന്നാണ് യോഹന്നാൻ ആത്മവശനായതെന്നും ഒക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ വേദപുസ്തകത്തിന് വിരുദ്ധമാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ചയ്ക്കൊരു പരിശുദ്ധിയും വേദപുസ്തകം കൽപ്പിക്കുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ വിശുദ്ധ ശബദിനെ എൻ്റെ ദിവസമെന്ന് വിളിച്ച ദൈവം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനാൽ ഇനി മുതൽ എൻ്റെ ദിവസം ഞായറാഴ്ചയാണെന്ന് പറയത്തില്ല. എന്താ കാരണം? ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ അത് മാറ്റി പറയുവാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. മലാഖിയിൽ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിൽ, യഹോവയായ ഞാൻ മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത് മാറ്റി പറയുവാൻ നമ്മുടെ ദൈവം മനുഷ്യനല്ല. അനുദമിപ്പാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. അപ്പോൾ നമ്മുടെ ദൈവം വാക്ക് മാറുന്ന ദൈവം. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 89:34, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്ക പറയുകയില്ല. അപ്പം നമ്മുടെ ദൈവം ഒരിക്കൽ പറഞ്ഞ കാര്യത്തെ ഒരിക്കലും മാറ്റി പറയത്തില്ല. എൻ്റെ ദിവസം, ലോർഡ്സ് ഡേ, കർത്തൃ ദിവസം എന്ന് വിശുദ്ധ ശബദിനെക്കുറിച്ച് പറഞ്ഞ ദൈവം ഇനി അത് മാറ്റി ഞായറാഴ്ചയാണ് എൻ്റെ ദിവസം ദൈവം ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്തൃ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ശബദ ദിവസം തന്നെയാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് മനുഷ്യൻ വിശുദ്ധ ദിവസത്തിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യൻ സ്ഥാപിച്ചിരിക്കുന്ന
ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവവചനത്തിൽ നിന്നും വളരെ ദൂരെയാണെന്നുള്ള സത്യം തിരിച്ചറിയുക. ദൈവം മനുഷ്യവർഗത്തിന് വിശ്രമത്തിനും ആരാധനയ്ക്കുമായി നൽകിയിരിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത ദിവസമാണ്. ഏദൻ തോട്ടം മുതൽ ദൈവകൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പിശാച്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ടുള്ളത് ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച പിശാച് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കർത്തൃദിവസം അത് വിശുദ്ധ ശബത ദിവസമല്ല എന്നുള്ള പഠിപ്പിക്കൽ. എല്ലാ തരത്തിലും പിശാച് ദൈവവചന സത്യങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവവചന സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് ഉള്ളതുപോലെ ഗ്രഹിക്കുവാനും അത് ഉള്ളതുപോലെ അനുസരിക്കുവാൻ എന്ത് നഷ്ടം സംഭവിച്ചാലും എന്ത് പ്രതികൂലങ്ങളുണ്ടായാലും വചനത്തിനനുസരിച്ച് നിലനിൽക്കുവാനും നമുക്ക് നല്ല തീരുമാനത്തെ എടുക്കാം. ഇന്ന് വചനം കേട്ട നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് കർത്താവായ യേശുക്രിസ്തുവിനെ നാം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. നാം മാനസാന്തരപ്പെടണം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കണം. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നല്ല സമർപ്പണത്തോടും തീരുമാനത്തോടും കൂടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് യോഹന്നാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസം കർത്തൃദിവസം ഏതാണെന്ന് ഇന്ന് തിരിച്ചറിയുവാൻ അവിടെ തന്നെ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവേ, ലോകത്തിൻ്റെ തെറ്റായ പഠിപ്പിക്കലുകളിലും മാനുഷികമായ ഉപദേശങ്ങളിലും വീണ് അനേകർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിയങ്ങൾ അപ്രകാരം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നെടുവീർപ്പുകൾ, ആകുലതകൾ, കഷ്ടതകൾ, കടബാധ്യതകൾ, ആമേൻ, മാനസിക സംഘർഷങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം വരുത്തണമേ. അവിടുന്ന് പ്രവൃത്തിയിൽ വലിയ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്ന് നല്ല തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവരെ കർത്താവ് അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിച്ചതനുസരിച്ച് വചനത്തിന് വളരുവാൻ, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്.
ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.